നമസ്കാരം. പയ്യന്നൂരിലും തളിപ്പറമ്പിനും പിന്നാലെ തലശ്ശേരിയിലേക്കും പടർന്ന കണ്ണൂർ CPM-ലെ ഫണ്ട് തട്ടിപ്പ്. കോടിയേരി സ്മാരക മന്ദിരത്തിന്റെ മറവിൽ നടന്നത് കോടിയുടെ വെട്ടിപ്പെന്ന റിപ്പോർട്ടുകൾ. പ്രതികരിക്കാതെ CPM നേതാക്കൾ. കണ്ണൂരിലെ സഖാക്കൾ കൂടുതൽ നിരാശയിലെന്ന സൂചന. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി നിർമ്മിക്കാനിരുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായതോടെ കണ്ണൂർ CPM-ൽ വൻ പൊട്ടിത്തെറി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടി ഫണ്ട് തിരിമറിയെ ചൊല്ലിയുള്ള പുകച്ചിലുകൾ ഒടുങ്ങും മുൻപേ തലശ്ശേരിയിലേക്കും കണ്ണൂർ ടൗണിലേക്കും സാമ്പത്തിക ക്രമക്കേടുകൾ പടരുന്നത് CPM നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. കണ്ണൂരിലെ ഇത്തരം വിവാദങ്ങളിലും പാർട്ടിയിലെ തകർച്ചയിലും മുൻനിര നേതാവ് നിയമസഭാ സ്പീക്കറുമായ AN ഷംസീർ കടുത്ത നിരാശയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പല മുൻനിര മാധ്യമങ്ങളും ഈ വാർത്ത നൽകിക്കഴിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള സ്മാരക മന്ദിരത്തിന്റെ ധനസമാഹരണത്തിൽ 1 കോടിയോളം രൂപയുടെ കണക്കില്ലെന്ന പരാതിയിൽ അന്വേഷണം ശക്തമായതോടെ കണ്ണൂർ പാർട്ടിയിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 2 വർഷമായി നേതൃത്വത്തിന് മുന്നിലുള്ള ഈ ഗുരുതരമായ സാമ്പത്തിക തിരിമറി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദാരുണ തോൽവിക്ക് പിന്നാലെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ വീണ്ടും സജീവ ചർച്ചയാവുകയായിരുന്നു. ഇതോടെ ഗത്യന്തരമില്ലാതെയാണ് കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി രമേശനെ സ്ഥാനത്ത് നിന്ന് നീക്കാനും വിഷയം അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാനും പാർട്ടി നിർബന്ധിതരായത്. പയ്യന്നൂരിൽ ധൻരാജ് രക്തസാക്ഷി ഫണ്ടിനെയും തെരഞ്ഞെടുപ്പ് ഫണ്ടിലെയും ലക്ഷങ്ങളുടെ പിരിവ് നടന്നത് 8 വർഷം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് മുൻപിൽ കണക്ക് ബോധ്യപ്പെടുത്താൻ പാർട്ടി കഷ്ടപ്പെടുകയാണ്. ഇതിന് പിന്നാലെ തളിപ്പറമ്പിലും സമാന രീതിയിൽ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ കോടിയേരിയുടെ സ്വന്തം തട്ടകമായ തലശ്ശേരി ഉൾപ്പെടുന്ന കണ്ണൂർ മേഖലയിലും കോടിയുടെ ഫണ്ട് തട്ടിപ്പ് പുറത്തു വന്നത് പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. പാർട്ടി കെട്ടിപ്പടുത്ത മുതിർന്ന നേതാക്കളുടെ പേര് പോലും സാമ്പത്തിക തട്ടിപ്പിനായി ദുരുപയോഗം ചെയ്തു എന്നത് അണികളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി രമേശിനെതിരെ പാർട്ടി നേതൃത്വത്തിന് ലഭിച്ച പരാതിയിലെ വിവരങ്ങളും തികച്ചും ഞെട്ടിക്കുന്നതാണ്. ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി കണ്ണൂർ തേക്കി ബസാറിൽ 30 വർഷം പഴക്കമുള്ള വീടും 4 സെന്റ് ഭൂമിയും 70 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. എന്നാൽ പാർട്ടി ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ലോക്കൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക പദവിയിലല്ല, മറിച്ച് സ്വന്തം വ്യക്തിഗത പേരിലാണ് രമേശ് ഈ വസ്തു രജിസ്റ്റർ ചെയ്തത്. പാർട്ടി സ്വത്ത് വ്യക്തിഗത സ്വത്തായി മാറ്റിയെന്ന ഗുരുതരമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തുടർന്ന് ഈ വസ്തു സ്വന്തം സഹോദരി സെക്രട്ടറിയായ സഹകരണ ബാങ്കിൽ ഈടുവെച്ച് രമേശ് 30 ലക്ഷം രൂപ വായ്പ എടുക്കുകയും ചെയ്തു. കെട്ടിട നിർമ്മാണത്തിനായി തുക ഉപയോഗിക്കുന്നതെന്ന് കമ്മിറ്റികളിൽ വിശദീകരിച്ചെങ്കിലും തുകയുടെ വിനിയോഗത്തിൽ യാതൊരു സുതാര്യതയും ഉണ്ടായിരുന്നില്ല. ഇതിനു പുറമെ പാർട്ടി അംഗങ്ങളിൽ നിന്നും സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ വേറെയും കടമായി വാങ്ങിയെടുത്തു. പാർട്ടി ഓഫീസ് ഫണ്ട് കണ്ടെത്താനെന്ന വ്യാജേന കാഴ്ച എന്ന പേരിൽ കണ്ണൂരിൽ വ്യാപക പ്രദർശനവും ഇവർ സംഘടിപ്പിച്ചു. കൂടാതെ 500 രൂപ വിലയുള്ള കൂപ്പണുകൾ അടിച്ചിറക്കി ലോട്ടറി മാതൃകയിൽ 1ാം സമ്മാനമായി കാറ് വാഗ്ദാനം ചെയ്ത് വ്യാപകമായി പിരിവ് നടത്തി. എന്നാൽ ഈ വൻ ധനസമാഹരണത്തിന്റെ ഒരു കണക്കും പാർട്ടി കമ്മിറ്റികളിലോ പരസ്യമായോ അവതരിപ്പിച്ചിട്ടില്ല. കോടിയേരിയുടെ പേരിലുള്ള സ്മാരക മന്ദിരം കടലാസിൽ തന്നെ അവശേഷിക്കുകയും ചെയ്തു. ആരോപണ വിധേയനായ ലോക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ചില ഉന്നതർ ശ്രമിച്ചതാണ് കേസ് ഇത്രത്തോളം വഷളാക്കിയത്. രമേശന്റെ അളിയനായ ഏരിയ സെക്രട്ടറി ഇതിനെല്ലാം കൂട്ടുനിന്നെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള പരാതിയെന്നാണ് ആരോപണം. 2 വർഷമായി ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് ഈ പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഏരിയ നേതൃത്വം ഇത് മുഖവിലയ്ക്ക് എടുത്തില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള അവലോകന യോഗങ്ങളിൽ അണികൾ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് നേതൃത്വത്തിന് നടപടിയെടുക്കേണ്ടി വന്നതും. പാർട്ടിയിൽ എന്ത് ചെയ്താലും അത് നേതൃത്വത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ചെയ്തതെന്നാണ് സ്ഥാനത്തു നിന്നും നീക്കപ്പെട്ട ലോക്കൽ സെക്രട്ടറി രമേശിന്റെ നിലപാട്. ഇതോടെ തട്ടിപ്പിൽ ഏരിയ ജില്ലാ നേതാക്കൾക്കും പങ്കുണ്ടോ എന്ന സംശയം ശക്തമാകുന്നു. അഴിമതിയും സാമ്പത്തിക തിരിമറിയും പാർട്ടി സംവിധാനത്തെ ആകെ വിഴുങ്ങുന്നതിൽ കടുത്ത അമർഷത്തിലാണ് കണ്ണൂരിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ. തുടർച്ചയായ ഉണ്ടാകുന്ന പാർട്ടി ഫണ്ട് തട്ടിപ്പുകളും സാമ്പത്തിക ക്രമക്കേടുകളും കണ്ണൂരിലെ CPM-ന്റെ സംഘടനാ അടിത്തറയെ തന്നെ ഉലയ്ക്കുകയാണ്.
ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കുള്ള വിശ്വസ്തത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. കണ്ണൂർ കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം അപജയങ്ങൾ തടയാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കാത്തതിൽ ഷംസീർ അടക്കമുള്ള നേതാക്കൾ വല്ലാതെ നിരാശയിലാണെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ സൂചിപ്പിക്കുകയാണ്.